ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ പോകുന്ന സ്ഥലം ഹൈബർ എന്നൊരു സ്ഥലത്താണ് കേട്ടോ. ഈ സ്ഥലത്തിനെ കുറിച്ച് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവൂലേ. ഈ സ്ഥലത്ത് വെച്ചാണ് ഹൈബർ യുദ്ധം നടന്നിരുന്നത്. ഹൈബർ എന്ന സ്ഥലത്തിൻ്റെ ചരിത്രം ഞാനൊന്ന് ചുരുക്കി പറയാം കേട്ടോ, നിങ്ങൾക്ക് എന്താ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഹൈബർ യുദ്ധത്തിനെ കുറിച്ചിട്ട്. 3 നിലയോളം നിലനിന്നിരുന്ന ഹൈബർ കോട്ട ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. കുറേയൊക്കെ യുദ്ധത്തിന്റെ അകാലത്തിൽ പോയെങ്കിലും ഇപ്പോഴും ഈ നിലയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്നത് മദീനയിൽ നിന്ന് ഏകദേശം 170 കിലോമീറ്റർ ദൂരത്താണ് കേട്ടോ ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് മദീനയിൽ നിന്ന് പുറത്താക്കിയ ജൂതമതക്കാർ താമസിച്ചിരുന്ന സ്ഥലം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വരവോടെയാണ് മദീനയിലുള്ള ജനങ്ങൾ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുകയും അത് ജൂതമതക്കാരെ ഒറ്റപ്പെടുത്തിയെന്നും പറഞ്ഞു. അപ്പോൾ ഇവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രവാചകന് ഇവരുമായിട്ടൊരു കരാർ ഒപ്പുവെച്ചു. ആ കരാറിൽ പറഞ്ഞിരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ: മദീനയിലെ ജനങ്ങളുമായി ഒറ്റക്കെട്ടായിട്ട് കഴിയണമെന്നായിരുന്നു. പക്ഷേ ഈ ജൂതമതക്കാര് എന്താക്കി, കരാറ് ലംഘിച്ചു. അങ്ങനെ ഇവര് പ്രവാചകനെ വരെ കൊല്ലാൻ നോക്കിട്ടോ. അങ്ങനെ മദീനയിലുള്ള ജനങ്ങൾ ഈ ജൂതമതക്കാരെ അവിടെ നിന്ന് പുറത്താക്കി. അങ്ങനെ ഇവര് താമസിച്ചിരുന്ന സ്ഥലമാണ് ഹൈബർ എന്ന സ്ഥലം കേട്ടോ. ഇവിടെ കോട്ടകൾ കെട്ടിയിട്ടാണ് ഇവർ താമസിച്ചിരുന്നത്. ജൂതമതത്തിൽ ഹൈബർ എന്ന വാക്കിന് അർത്ഥം കോട്ട എന്നാണ് കേട്ടോ. ഇപ്പോഴും ഈ കോട്ടകൾ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1400 പഴക്കമുണ്ട് കേട്ടോ. എന്നിട്ടും ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാവും കേട്ടോ. അങ്ങനെ ആരും ഇവിടെ ഇപ്പോഴും ഒരു ആൾതാമസം ഒന്നുമില്ല, ഒരു ഒറ്റപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത് തന്നെ ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിട്ടോ. കാർഷിക സമൃദ്ധിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഹൈബർ. അതുകൊണ്ട് തന്നെയാണ് ഈ ജൂതമതക്കാർ ഇവിടെ താമസിച്ചിരുന്നത്. നല്ല വെള്ളവും അതുപോലെ തന്നെ നല്ല കാലാവസ്ഥയും പച്ചപ്പും ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ, ഇവിടുത്തെ ഈന്തപ്പനകൾക്ക് നല്ല നീളമായിരിക്കും കേട്ടോ. പ്രവാചകന്റെ കാലത്ത് നിലനിന്നിരുന്ന ആ ഈന്തപ്പനകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ഈ കോട്ടയ്ക്ക് ഏകദേശം ഒരു 1400ഓളം പഴക്കമുണ്ട് കേട്ടോ. ജൂതമതക്കാരും ഇസ്ലാം മതക്കാരും തമ്മിൽ നടന്ന യുദ്ധം അവസാനിച്ച് വിജയം ലാസ്റ്റ് ഇസ്ലാം മതത്തിനായിരുന്നു കേട്ടോ. ഇതിൻ്റെ വിശദമായിട്ടുള്ള ചരിത്രമൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഒരു ചുരുക്ക രൂപമാട്ടോ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എന്താ സംഭവമെന്നും ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നും ചെറുതായിട്ട് മനസ്സിലാക്കി തന്നു കേട്ടോ. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ആദ്യം പഠിക്കും. സ്ഥലത്ത് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇന്ന സ്ഥലത്ത് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തിനെ കുറിച്ചൊന്ന് പഠിക്കും. എന്നതിന് ശേഷമാണ് നമുക്ക് ആ സ്ഥലം ഒന്നുകൂടി ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആ സ്ഥലത്തിന് കുറച്ച് ഇൻട്രസ്റ്റ് തോന്നും, എങ്ങനെയാ കാണാനും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ. നിങ്ങളൊരു സ്ഥലത്ത് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ആ സ്ഥലത്തിനെ കുറിച്ചൊന്ന് പഠിക്കുക, അതിന് ശേഷം ആ സ്ഥലത്ത് കാണാൻ പോവുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഹൈബർ എന്ന സ്ഥലത്ത് ഒരാളും മനുഷ്യനൊന്നുമില്ല കേട്ടോ. അവിടെ ഒരു താമസ സ്ഥലമോ ഒന്നുമില്ലായിരുന്നു. അവിടെ ഫുള്ള് ശൂന്യമായിരുന്നു കേട്ടോ. ഇങ്ങനെ കുറേ പാറക്കല്ലുകളും അതേപോലെ തന്നെ ഇങ്ങനെ ബിൽഡിങ്സ് ഒന്നും അധികം കാണാൻ തന്നെ ഇല്ല. ഭയങ്കര നിശബ്ദമായൊരു സ്ഥലം. നമുക്ക് പേടിയാവും കേട്ടോ. ആ കോട്ടൻ്റെ ആ ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ നമുക്ക് പേടിയാവും. ഒരു വിജലമായൊരു സ്ഥലമാണ് കേട്ടോ. ഈ കോട്ടയ്ക്കുള്ളിൽ ഇപ്പോൾ പ്രവേശനം ഇല്ല കേട്ടോ. ഇവിടുത്തെ സൗദി ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഇതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള മെയിൻ്റെനൻസ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വന്നത് ഈ ഹൈബർ എന്ന മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മ്യൂസിയത്തിലേക്ക് പുറപ്പെട്ടു. മ്യൂസിയത്തിലേക്ക് വരുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ.
ഞങ്ങൾ പോയ ടൈമിന് അവിടെ മ്യൂസിയം തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളതിന് ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പോയതിന് ശേഷമാണ് അവിടെ മ്യൂസിയം ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഈ മ്യൂസിയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. പുരാതന കാലത്ത് ഇവർ ഉപയോഗിച്ചിരുന്ന ഓരോ സാധനങ്ങളും അതേപോലെ ഒരു കേടുപാട് സംഭവിക്കാതെ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ടെലിവിഷൻ, കറൻസി, ടെലിഫോൺ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ തോക്കുകളെ കളക്ഷൻ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കണ്ടിട്ട് തന്നെ നമുക്ക് നല്ല രസം തോന്നുന്നുണ്ടായിരുന്നു. ഒരുപാടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ വാള്, അവർ ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പല രീതിയിലുള്ള ബുള്ളറ്റുകളാണ് കേട്ടോ അത് അന്ന് ഉപയോഗിച്ചിരുന്നത്. പിന്നെ കല്ലില് കൊത്തി എഴുതിയ ഓരോ സംഭവങ്ങള്, മാനിന്റെ തല, പിന്നെ ഇവരെ കിണർ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. തയ്യൽ മെഷീൻ, ഇസ്തിരിപ്പെട്ടി, അതേപോലെ തന്നെ വണ്ടീൻ്റെ നമ്പറൊക്കെ, അങ്ങനത്തെ കളക്ഷൻസ്. അതേപോലെ തന്നെ പണ്ട് ഉപയോഗിച്ചിരുന്ന ഓർണമെന്റ്സ്, ബുക്കുകള്, എല്ലാതും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ എൻട്രി ഫീ എന്ന് പറയുന്നത് 10 റിയാലായിരുന്നു കേട്ടോ. ഒരാൾക്ക് 10 റിയാൽ വെച്ചിട്ട്. ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ഈ മ്യൂസിയത്തിൻ്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട്. ഇവരെ ഒരു ചെറിയൊരു ഗാർഡനിലേക്ക് കേട്ടോ. അവിടെ കാണാൻ നല്ല രസമുണ്ട്. ഒരു ചെറുതാണെങ്കിലും അവിടെ ഏറെക്കുറെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു നട്ടുവെച്ച ചെടികൾ, അതേപോലെ തന്നെ ഈത്തപ്പഴം ഇവിടെ പഴുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഒരു പച്ചയായിരുന്നു. നമ്മളെ നാട്ടിലെ കറ്റാർ വാഴയൊക്കെ നന്നായിട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ.
സൊഹാൻ അവിടെ ഇറക്കി വിട്ടപ്പോൾ സൊഹാനക്ക് നല്ല സന്തോഷമായിരുന്നു കേട്ടോ. അപ്പം അവിടുത്തെ ആള് സൊഹാനക്കൊരു പൂവൊക്കെ കൊടുത്തപ്പോൾ സൊഹാൻ ഭയങ്കര സന്തോഷത്തിലായിട്ടോ. ആ സൊഹാന് ആ പൂവ് വന്നിട്ട് അവൻ്റെ അബ്ബക്ക് കൊണ്ടു കൊടുക്കുക. ഇവിടുത്തെ ആള് നമുക്ക് ഇവിടുത്തെ ചെടിയൊക്കെ പൊട്ടിച്ച് തന്നു കേട്ടോ, നടാൻ വേണ്ടിയിട്ട്. സൊഹാന്റെ കയ്യിലുള്ള ചെറിയ സാധനം ഞാൻ എന്ന് പറഞ്ഞിട്ടൊരു ഇല കേട്ടോ. എന്തൊരു മണമാണ്, അടിപൊളി മണം. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലത്തെ തട്ടുമുല്ലയൊക്കെ ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. ചെറിയ സ്ഥലമാണെങ്കിലും അവിടെ എല്ലാ സാധനങ്ങളും നട്ടിട്ടും ഒരു തണുപ്പുള്ളൊരു സ്ഥലം പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഇവിടുന്ന് നേരെ ഇവരെ മജ്ലിസിലേക്കാട്ടോ പോയത്. അവിടെ ചെന്നിട്ട് ഇവര് നമുക്ക് ഗാവയൊക്കെ ഒഴിച്ച് തന്നു കേട്ടോ. ഞാൻ ഈ സാധനം ആദ്യമായിട്ടാട്ടോ കുടിക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മധുരമൊന്നും ഇല്ലാത്തൊരു മസാലൻ്റെ ഒക്കെ ഒരു ടൈപ്പ് ഒരു ടേസ്റ്റ്. പിന്നെ അവിടുന്ന് സൊഹാൻക്ക് ഈത്തപ്പഴമൊക്കെ കൊടുത്തു. അവരെ അവിടെ തന്നെ ഉണ്ടായതാന്ന് പറഞ്ഞു. സൊഹാൻ ഇവിടെ വന്നപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് മദീനയിലേക്കായിരുന്നു കേട്ടോ. മദീനയിൽ ഹറമിൽ പോയി. അതിനുശേഷം നമ്മൾ നേരെ തിരിച്ച് ജിദ്ദയിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.